ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഈസി ഗെയിമിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ബ്ലോക്സ് ഫ്രൂട്ട് എപ്പിസോഡ് 5 ആയിട്ടാണ് ഗൈസ്. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. ഇന്ന് ഞാൻ പുതിയൊരു ഫ്രൂട്ട് കഴിച്ചു. ഫ്രൂട്ട് എനിക്ക് മരത്തിൻ്റെ അടിയിൽ കിട്ടിയതാണ്. അപ്പം സ്മോക്ക് ഫ്രൂട്ട്. അപ്പം ഓൾറെഡി എൻ്റെ കയ്യിൽ ആ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ എൻ്റെ വേറൊരു അക്കൗണ്ടിൽ വെച്ചിട്ട് ഞാൻ അത് അക്കൗണ്ട് ഗ്രൈൻഡ് ചെയ്ത് റോൾ ചെയ്ത് അങ്ങനെ കുറച്ച് ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. റബ്ബർ, ഡയമണ്ട്, സാൻഡ്, സ്മോക്ക് അങ്ങനെ. അപ്പം ഞാനത് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഫ്രീ ആയിട്ടൊരു ഫ്രൂട്ട് കിട്ടിയപ്പം അത് കഴിച്ച്. അപ്പം അത് ഈ മരത്തിൻ്റെ അടിയിൽ സ്പോണായിരുന്നായിരുന്നു. അപ്പം അത് കഴിച്ച്. അപ്പം ഇന്നത്തെ ഗോൾ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് മിനിമം ഒരു 2 ഇതെങ്കിലും അൺലോക്ക് ആക്കണം. 2 എന്ന് പറയുമ്പോൾ സ്മോക്ക് സ്ലാം ഓൾറെഡി അൺലോക്ക്ഡ് ആണ്. നമുക്ക് ഒന്നെങ്കിൽ സ്മോക്ക് ബ്ലാസ്റ്റ് അൺലോക്ക് ആക്കണം, ബോംബറും അൺലോക്ക് ആക്കണം. എൻ്റെ കയ്യിലുള്ള റബ്ബറൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ബട്ട് ഇതാണ് കുറച്ചും കൂടെ ഗ്രൈൻഡിങ്ങിന് നല്ലതാണെന്ന് അറിഞ്ഞത്. അപ്പം നമുക്ക് ഇത് കുറച്ച് അൺലോക്ക് ചെയ്ത് ഇതിൻ്റെ മാസ്റ്ററിക്ക് ഒന്ന് കൂട്ടണം. അപ്പം സ്മോക്ക് ബോംബറിൽ നമുക്ക് പറന്ന് കിടന്നിട്ട് ഇതാക്കാം. അപ്പം ഒരടിപൊളിയാണ്. ലോഗിയ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൽ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മറ്റേ അക്കൗണ്ടിൽ ഇങ്ങനെ സീവ്ലെസ് വഴി റോൾ ചെയ്ത് എടുത്തിട്ടാണ്. അപ്പം ഇന്ന് നമുക്ക് എൻ്റെ 2 ക്വസ്റ്റ് അൺലോക്ക് ചെയ്യാൻ നോക്കാം. ലെറ്റ്സ് ഗോ വിത്ത് ഗൊറില്ലാസ്. ഗൊറില്ലാസ് ആകുമ്പം കുറച്ചും കൂടെ ടഫായിരിക്കും. നമുക്ക് ആദ്യം കുറച്ച് ഇത് അൺലോക്ക് ചെയ്തിട്ട് ഗൊറില്ലാസിലേക്ക് പോകാം. അപ്പം സ്മോക്ക് സ്ലാം എന്ന് പറയുമ്പം കണ്ടു ഗൈസ്, മറ്റേ ബോംബിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു സാമ്യമുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് പേരെ ഇങ്ങനെ ഇപ്പം തന്നെ മാസ്റ്റർ 3 ഇങ്ങനെ കുറച്ച് മങ്കീസിനൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ട് മാസ്റ്റർ ഇങ്ങനെ കൂട്ടി വരാം. അപ്പം സിമ്പിളായിട്ട് ഇതിന് 2 അടിയിൽ തന്നെ ഇതിനൊക്കെ തീർക്കാൻ പറ്റും ഗൈസ്. ഞാൻ സ്പീഡ് കൂട്ടി കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഇങ്ങനെ സ്പീഡാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. ഇവരിങ്ങനെ വരുമ്പോൾ ഒരടിയിൽ അവർ 2 തീർത്ത്. അങ്ങനെ നമ്മൾ മാസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയ എക്സ്പോമ്പർ കിട്ടിയിട്ടുണ്ട്. ഫ്ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ടൂളാണ് ഗൈസ്. അപ്പം നമുക്കൊന്ന് പുതിയതായിട്ട് ആക്കാം. ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ലോഗി ടൈപ്പ് ആണെന്ന് ഉറപ്പാക്കാൻ ഇതിൻ്റെ അകത്തൊന്നുമില്ല ഗൈസ്. അത് ഐറ്റംസിൽ പോയി നോക്കി നോക്കാം. അല്ല, ഫ്രൂട്ട്സിൻ്റെ അവിടെ ഫ്രൂട്ട് ഷുവർ സ്മോക്ക്. ഇത് അത്യാവശ്യം ചീപ്പായിട്ടുള്ള ലോഗിയാണെന്ന് തോന്നുന്നു കേസ്. അതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പം എന്തായാലും ഇതൊരു ചീപ്പായിട്ടുള്ള ലോഗിയാണ്. അടിപൊളി, അത്യാവശ്യം വലിയ കുഴപ്പമില്ല കേസ്. എന്നാലും നമ്മുടെ ബ്ലേഡിൻ്റെ ആയിട്ടും അടിപൊളിയാണ്. പക്ഷേ ഫ്ലെയിമിൻ്റെ ആയിട്ടും അടിപൊളിയല്ല. ഫ്ലെയിം നമ്മൾ കഴിച്ചത് മണ്ടത്തരായിരുന്നു. പക്ഷേ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട് കേസ്. ഇത് ബോംബ് പോലത്തെ സാധനമാണ്. മറ്റേ ജെറ്റിൽ പറന്നിട്ട് ബോംബ് താടുന്നിട്ടില്ലേ, അതേപോലെയാണ് സംഭവം. പറന്ന് നടന്ന് ബോംബിടാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീട് പറഞ്ഞതിന് പോയിട്ട് നല്ലൊരു ഫ്രൂട്ട് കിട്ടുമ്പോൾ നമ്മൾ ഈ ബ്ലേഡിനെ റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വില്ലേജിലേക്ക് പോകാം. നമ്മുടെ വില്ലേജ് ഏത് ഡിറക്ഷനിലാണ്? ഇത് അത്യാവശ്യം നല്ല പൊക്കത്തിൽ പറക്കാൻ പറ്റും തോന്നുന്നുണ്ട് ഗൈസ്. നമ്മുടെ പൈററ്റ് വില്ലേജ് അങ്ങോട്ടാണ് ഗൈസ്. നമ്മൾ പൈററ്റ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ലാഗ് അടുപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പം പൈററ്റ് വില്ലേജിൽ നമുക്ക് ഒരു ക്വസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ബാക്കിയുള്ള മൂവ്സും കൂടെ അൺലോക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. ഈ വട്ടം നമുക്ക് സ്മോക്ക് ബ്ലാസ്റ്റ് അൺലോക്ക് ചെയ്യാനുള്ള സംഭവമാണ് വേണ്ടത്. സ്മോക്ക് ബ്ലാസ്റ്റ് എന്ന് പറയുമ്പം അത്യാവശ്യം അടിപൊളിയാണ് എനിക്കറിയാവുന്ന രീതിയിൽ. ഞാൻ ചെറിയ ലാഗ് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ബ്രൂട്ടിൻ്റെ ഒരു ചലഞ്ച് എടുക്കാം. ക്വസ്റ്റ് ഫോർ ബ്രൂട്ട് എടുക്കാം. ബ്രൂട്ടിനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൂട്ടിനെ ഓരോന്നായിട്ട് തീർത്തു തുടങ്ങാം. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഈ ലോഗി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സെയിം ലെവൽ അല്ലെങ്കിൽ അവരാട്ടും കൂടുതൽ ലെവൽ കിട്ടുകയാണെങ്കിൽ നമുക്ക്
അവർക്ക് നമ്മൾ ഇതാക്കാൻ പറ്റില്ല, അവർക്ക് ഓറ ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇവരെയൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടിച്ച് തെറിപ്പിക്കാം. അൺലോക്ക് ആയിട്ടില്ല, അതുകൊണ്ട് ഇവരൊക്കെ അടിച്ചിട്ടിട്ട് ഇപ്പം നമുക്ക് ബ്ലാസ്റ്റ് അൺലോക്ക് ചെയ്യണം. വേറെ കുറച്ച് പേര് അപ്പുറത്ത് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരെയൊക്കെ നമുക്ക് സ്മോക്ക് ബോംബർ വെച്ചിട്ട് ഇതാക്കിയിട്ട് ഞാൻ വരാം. നമ്മളപ്പോൾ അങ്ങനെ ക്വസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതെല്ലാം സ്കിപ്പ് ചെയ്തതാണ്. അപ്പം ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പം നമുക്ക് 18 മാസ്റ്റർ ആയിട്ടുണ്ട്. ഒരുത്തും നമ്മളിങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അവിടെ ഇതാക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ വേറൊരുത്തനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവൻ കൊന്നതാണ്. ഞാൻ വലിയ കാര്യമാക്കില്ല. ഇവന് എന്നെ ബാക്കിൽ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അവനെ വേണ്ടതെന്താ വെച്ചാൽ കൊടുക്കാം. പുതിയൊരു ഫ്രൂട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അവൻ്റെ ഒരു ബ്ലേഡാണ്. ബ്ലേഡിനകത്ത് പവർഫുൾ ഇത് തന്നെയാണ്. അപ്പം പിന്നെ എന്താ വേണ്ട വെച്ച് കൊടുത്തേക്കാം. ഇതിങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ പറന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ അടിക്കാം. ഗൈസ് സുഖമായിട്ട് ബാക്കിൽ കൂടെ കണ്ടോ ഗൈസ്. അവനെ കൊന്നു. അവൻ്റെ പേരെന്താ കാണൂ ടൂണോസ്നേനോ അങ്ങനെ എന്തോ ആണ് അവൻ്റെ പേര്. ഓക്കെ, എന്തായാലും അവൻ എൻ്റെ കാട്ടും കുറച്ചും കൂടെ ബൗണ്ടി ഉണ്ട്. സ്കോറുണ്ട് ബൗണ്ടി. സ്റ്റിൽ അവനെ കൊന്നുകൊടുക്കുകയാണ്. വീണ്ടും വന്നെന്ന് തോന്നുന്നു. ഈ വട്ടം അവനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. വേറൊരാളും കൂടെ ഉണ്ട് ഗൈസ്, വെനം ആയിട്ടുള്ള. വീണ്ടും അവൻ മറ്റവൻ വന്നിട്ടുണ്ട് ഗൈസ്. എങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല. വട്ടവും ലൈഫ് കുറേ കുറയുന്നുണ്ട്. നമ്മൾ മാത്രമല്ല ഗൈസ്, താഴെയുള്ള പൈററ്റ്സും അവൻ്റെ പുറകിൽ തന്നെയാണ്. അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. മേളിലോട്ട് മറ്റേ ബ്ലേഡ് സ്പിൻ വെച്ചിട്ട് പോകുന്നുണ്ട്. നമുക്ക് പുതിയ മാസ്റ്ററി കിട്ടി ഗൈസ്. ഗൈസ് നമ്മൾ ഇത്ര മറ്റേ പൈററ്റിനെയും കൂടെ കൊന്നുകൊണ്ട് നമുക്ക് മാസ്റ്ററി കൂട്ടിയിട്ടുണ്ട്. സ്മോക്ക് ബ്ലാസ്റ്റ് കുഴപ്പമില്ല ഗൈസ്. 260 ഡാമേജ് ചെയ്യുന്നുണ്ട് ഗൈസ്. നോട്ട് ബാഡ്. അപ്പം അടിപൊളിയാണത്. സ്മോക്ക് ബ്ലാസ്റ്റ്. അവനെ വീണ്ടും കൊന്നു. അയ്യോ, അതറിയാതെ കൊന്നെനിക്ക്. ചിലപ്പം ഓടി വന്നപ്പോൾ നമുക്ക് എന്തായാലും ഒരു സോറി പറഞ്ഞേക്കാം ഗൈസ്. സോറി പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അവൻ വീണ്ടും വന്നേ അടി ഇവിടെ വന്നേ. അപ്പോൾ വന്ന് റിവെഞ്ചെടുക്കാൻ റിവെഞ്ചെടുക്കാൻ വേണ്ടി വന്നേ ഉണ്ടോ. അവനെ 3 വട്ടം കൊന്നു ഗൈസ്. നമുക്കങ്ങനെ 133 ബൗണ്ടീസ് കിട്ടിയിട്ടുണ്ട്. അവനെ കൊന്ന് അവൻ വീണ്ടും എനേബിൾ PvP. നമ്മുടെ ഒരു 1 ഷോട്ട് ഗൈസ്. നമ്മുടെ 1 ഷോട്ടിൽ അവനെ കൊന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഗൈസ് വീണ്ടും വരുന്നത് എനേബിൾ PvP. അപ്പം 1 ഷോട്ട് ഗൈസ്. സ്മോക്ക് ബ്ലാസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ അടിപൊളിയാണ് ഗൈസ്. സ്മോക്ക് മാസ്റ്ററി ലെവലപ്പായിട്ടുണ്ട് വീണ്ടും. നമുക്ക് ആകെ സ്മോക്ക് ലിബറേഷനും കൂടെ ഉള്ളതൊക്കെ ഉള്ളൂ. അത് മാസ്റ്ററി 50 ആണെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്. പെട്ടെന്ന് മാസ്റ്ററി ഇതാവുന്നുണ്ട്. മാസ്റ്ററി കുറവുമാണ് ഗൈസ്. അത്യാവശ്യം ഒരു അണ്ടർറേറ്റഡ് ആണെന്ന് പറയാം ഗൈസ്. ഞാൻ വേറെ സ്ഥലത്ത് നോക്കിയപ്പോൾ ഇതൊരു വലിയ റീച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.